ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിരുന്നു വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസ് ഇട്ടില്ലെങ്കിൽ ഞങ്ങളാരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ മക്കളെ മദ്രസയിലേക്കൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ദോശ ഉണ്ടാക്കണം കേട്ടോ. അക്കോണോ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് മുട്ട അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു കറി ഉണ്ടായാൽ മതി. ചോറൊക്കെ അവർ സ്കൂളിൽ നിന്ന് മേടിക്കൂട്ടാ. ചീച്ചി അക്കാക്കാനെ വിളിക്കവായ ഏടാ. ഹലോ, ബാലവാടിക്ക് പോവുണ്ടോ? ഞാൻ ഒരു വട്ടം വിളിക്കോളൂ കേട്ടോ. ഒരു വട്ടം വിളിക്കോളൂ. നീച്ച മാത്രം കൊണ്ടാക്കുള്ളൂ കേട്ടാ. നീക്കുണ്ടോ? നീക്കുണ്ടോ? ഗുഡ് ബോയ്. ബാലവാടി പോവുണ്ടാ? അതൊക്കെ ഇടുന്ന് ഉറങ്ങണാ? നീക്കു തന്നെ അതുള്ള പഠിച്ചവനെ പറഞ്ഞ് നീച്ചാ നീച്ചിക്കണോ? അതുള്ള പഠിച്ചവനെ പരി. എന്നാ കൊണ്ടാക്കൂല എന്നാ ബാലവാടി വേണ്ട കേട്ടോ. എന്നാ ഉറങ്ങിക്കോ. അല്ലെങ്കിൽ ഞാൻ 10 വരെ എണ്ണു. 1 2 3 4 5 നീച്ചാ. എന്നാ വായോ, പല്ലേക്കാനൊക്കെ വായോ. ചായ കുടിക്കണ്ടേ? എന്നാ എന്താ ബാലവാടിക്ക് കൂട്ടാനും കൊണ്ട് വേണ്ടി? താത്താര് വരുന്നുണ്ട്. എന്താ ആയോ? വിറ്റേഷം എടുത്താ? ഇബ്രാഹിം പിന്നെ ചാടിക്ക. സ്കൂള് പോണ്ട? സ്കൂള് പിന്നെ ആർക്കുള്ളതാ? എന്താ മക്കൾക്കൊന്ന് സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ചായ ഞാൻ കൊടുക്കുകയാണ്. ദോശയും പിന്നെ തലേ ദിവസത്തെ മീൻകറിയാണ് കേട്ടോ. മുടി കെട്ടിത്തരാം. ഭദ്രകാളി ആയിട്ട് പോയിക്കോ. എനിക്ക് തീക്ക് ട്രൗസർ ഇട്ടുതരാം കേട്ടാ. കാട്ട് നല്ല മീൻചാറിൽ ചേരില്ല. കാട്ട് വലിയ കാട്ട് അതൊന്നും നാളെ പോകാനുള്ളൂ. അപ്പം എന്തൊക്കെ ഇടുന്ന് ഇങ്ങോട്ട് നീച്ചു വാ. ഇങ്ങോട്ട് ആക്കെ പിന്നെ വേദന എന്താണ് ഒരു സാറില്ലാത്ത? ഹലോ കുട്ടപ്പായി, പറ്റിയോ? ഒരു പാട്ട് പാടിക്ക.
സ്പീഡ്. ഓളോട് വേഗം വരാൻ പറ. പ്രാർത്ഥന അപ്പൊ ചൊല്ലു. വാ. എന്താ കണ്ണുമ്മ? എവിടക്ക പോണേ? പറയേ. അതൊക്കെ ഇഷ്ട ബാലവാടി. പണികളൊക്കെ കഴിഞ്ഞാ? ആ സ്പീഡ് നടക്ക്. റായോ? പിന്നെന്താ പഠിക്കുക? സ്ലൈറ്റിൽ എഴുതുവോ? ചോറിനൂലേ? ഒക്കെ തിന്നെയോ? മോനെ കൊണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10:40 ആവും കേട്ടോ. കുറച്ച് നടക്കാണ്ട് ബാലവാടിക്ക്. പിന്നെ ഞാൻ വന്ന് ചായയൊക്കെ കുടിച്ച് അപ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ ഓമക്കായി. അവർ പൊട്ടിക്കുമ്പോൾ ഞമ്മക്കും തന്നതാണ്. പിന്നെ ഞാൻ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന വീട്ടിൽ പുളിങ്ങ ഉണ്ടായിരുന്നില്ല കറി വെക്കാൻ. അപ്പോൾ വെണ്ടയ്ക്കും മേടിക്കാൻ പറഞ്ഞിട്ടോ. അപ്പം ഉമ്മ വെണ്ടയ്ക്ക് മേടിക്കാൻ പറഞ്ഞിട്ട് വെണ്ടയ്ക്കും മേടിച്ച് പുളിങ്ങയും മേടിച്ച്. അപ്പോൾ ചീര കണക്കാണ് അപ്പോൾ അത് മേടിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നാലാമത്തെ കുട്ടിക്ക് ഇപ്പം എന്താ 1.5 വയസ്സിൻ്റെ സൂചി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ മോൻ പഠിക്കണ നഴ്സറി വെച്ചിട്ട് തന്നെ കേട്ടോ കൊടുക്കണത്. അപ്പോൾ ഓളായിട്ട് ഒന്ന് 12 മണിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ ഉപ്പേരിക്കൊക്കെ അപ്പത്തിന് വേഗം അരിഞ്ഞിട്ട് ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. വെണ്ടക്ക ഒരു കറി പോലെ വെച്ചിട്ട് ചീര ഉപ്പേരി വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ട് പോവുകയാണ് കേട്ടോ കുട്ടീനായിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് നമ്മളെ വീഡിയോ ഒക്കെ കാണണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇനിയിപ്പോൾ മോൾക്ക് ഇനിയിപ്പോൾ 2 ദിവസം പനി തന്നെ ആവും. നല്ല 2 സൂചിയൊക്കെ ആവും വെക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വരാം ഞങ്ങൾ കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും. കുട്ടീനെ സൂചി വെക്കാൻ